2020 NDA പ്രവേശനത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. മുന്നണി മാറ്റത്തിൽ പ്രതിഷേധിച്ച ജനപ്രതിനിധികൾ രാജിവെച്ചേക്കും. ബിജെപിയുമായി സഹകരിക്കാൻ അതൃപ്തിയുള്ള പ്രവർത്തകരും പാർട്ടി വിടും. പുത്തൻകുരിശ് പൂതൃക്ക പഞ്ചായത്ത് അംഗങ്ങളെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേതാക്കളുമായി ഇടതുമുന്നണിയും ചർച്ച നടത്തുന്നു. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി. അർജുൻ, തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപിയുടെ ഒരു വിസ്മയമായി 2020 NDA മുന്നണിയിൽ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ റിസൾട്ടിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണ്ടി വന്നാൽ 2020 ഒപ്പം ചേർത്തുകൊണ്ട് NDAക്ക് എറണാകുളത്ത് ഒരു സീറ്റ് നേടാം, ഒരു സീറ്റിൽ വിജയിക്കാം എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും ഉണ്ടായിരുന്നു. എന്താണ് നിലവിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ ചർച്ചകൾ? ഇടത് വലതു മുന്നണികൾക്ക് ആശങ്കയുണ്ടോ 2020 NDAയിലേക്ക് പോകുന്നതിൽ? എന്തൊക്കെയാണ് നീക്കുപോക്കുകൾ? അംഗങ്ങളെ തിരികെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകളാണോ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ആര്യ. അതായത് ഇത്തരമൊരു വിസ്മയം 2020 ജനപ്രതിനിധികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്നലെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ മാത്രമാണ് പല ജനപ്രതിനിധികൾ പോലും ഇക്കാര്യം അറിഞ്ഞത്. എന്തായാലും അവർ ആശയക്കുഴപ്പത്തിലാണ്, എന്ത് ചെയ്യണമെന്ന ആശയക്കുഴപ്പത്തിലാണ്. മാത്രമല്ല LDFും UDFും ഒരുപോലെ ഇവരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവരെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ രാജിവെപ്പിക്കാനുമുള്ള ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 4 പഞ്ചായത്തുകളിലാണ് 2020 ഭരിക്കുന്നത്. ഈ 4 പഞ്ചായത്തുകളിലും പല ജനപ്രതിനിധികളും ഇന്ന് രാജിവെച്ചേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലരോടും നമ്മൾ സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും പങ്കുവെക്കുന്നുമുണ്ട്. മാത്രമല്ല 2 പഞ്ചായത്തുകളിൽ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് പൂതൃക്ക പഞ്ചായത്തിൽ 2020 നറുക്കെടുപ്പിലൂടെയാണ് ഭരണം ലഭിച്ചത്, പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. അവിടെ 2020 7 അതോടൊപ്പം തന്നെ UDFന് 7 അംഗങ്ങളുണ്ട്. അവിടെ LDFന് 2 അംഗങ്ങളുമുണ്ട്. ഒരുപക്ഷെ UDFും LDFും ഒത്തുചേർന്നാൽ അവിടെ 2020 പുറത്താക്കാൻ കഴിയും. അതായത് NDAയുടെ ഭാഗമായ 2020 പുറത്താക്കാൻ കഴിയും. അതോടൊപ്പം തന്നെയാണ് പുത്തൻകുരിശിലും സമാനമായ സാഹചര്യമാണ്. അവിടെയും ഇത്തരത്തിൽ 2020 പിന്തുണയോട് കൂടിയാണ് UDF അവിടെ ഭരിക്കുന്നത്. സ്വാഭാവികമായും ആ പിന്തുണ UDFന് വേണ്ടെന്ന് വെക്കേണ്ടി വരും. സ്വാഭാവികമായും അവിടെ 8 അംഗങ്ങളുള്ള LDFന് ഭരണം പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ തിരുവാണിയൂർ അടക്കമുള്ള പഞ്ചായത്തിലെ ജനപ്രതിനിധികളും വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. എന്തായാലും ഇന്നലെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതോടൊപ്പം തന്നെ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രനും അടക്കമുള്ളവർ ഈ 2020 നേതാക്കളുമായി അവിടെയുള്ള പ്രാദേശിക ജനപ്രതിനിധികളുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ രാജികൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പലരെയും LDF ഭാഗത്തേക്ക് ചാടിക്കാൻ വേണ്ടി LDFന്റെ ജില്ലാ നേതൃത്വവും ആലോചിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്ന് കൂടുതൽ രാജികളും കൂടുതൽ പരസ്യ പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇതാണ് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. NDA 2020 മുന്നണിയിൽ എത്തിക്കുന്നെങ്കിലും എല്ലാ വോട്ടുകളും 2020 കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളെല്ലാം തന്നെ കൂടെ പോരുമോ എന്നതിലാണ് ആകാംക്ഷ.